ജയിലിൽ ആരൊക്കെയാണ് പോയിരിക്കുന്നത്, ജയിലിൽ എന്താണ് അവർക്ക് ടാസ്ക് കൊടുത്തത്, അനിമോളും അപ്പാനിയും ആ ഗ്രൂപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ, ജിസേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നോ, ഇതെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ ഇട്ടിരുന്ന വീഡിയോ വളരെ ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ആയത്. കാരണം രാവിലെ ഞാൻ ഡ്രാമ റിഹേഴ്സലിന് പോയി. ഞാൻ പറഞ്ഞില്ലേ, ബിജു സോപാനം, നമ്മുടെ ഉപ്പുമുളകിൽ ബിജുവേട്ടൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും വേണ്ടി ഞങ്ങളൊരു ഡ്രാമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലിന് പോയിട്ട് ഞാൻ ഈവനിങ് ആണ് വന്നത്, അപ്പോഴാണ് അറിഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് അപ്ലോഡ് താമസിച്ചു. എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള വിശേഷങ്ങൾ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധി ഇല്ലാതെ നിനക്കൊന്നും അരി വാങ്ങിക്കാൻ പറ്റൂലെന്ന്. സോറി കേട്ടോ, എനിക്ക് ഇന്ന് നാളത്തേക്ക് അരിയേ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് അരിയേ ഇല്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? എനിക്കൊരു 2 കിലോ അരി വാങ്ങിച്ചു തന്നെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളോട്, എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കൂട്ടുകാരോട് പറയുമല്ല, ഈ രേണു സുധിക്ക് വേണ്ടിയിട്ട് വന്ന് നമ്മളെ ചീത്ത വിളിക്കുന്ന, കമൻറ്റ് പറയുന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ പറയുന്നു പോകുന്നതാണ് കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ അവരെനിക്ക് 2 കിലോ അരി വാങ്ങിച്ചു തന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അഡ്രസ്സ് എന്ന് പറയുന്നത് വട്ടൂർക്കാവാണ്, ട്രിവാൻഡ്രം വട്ടൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അഡ്വക്കേറ്റ് അനഖ എന്ന് പറയുന്ന അഡ്രസ്സ് വട്ടൂർക്കാവ് അങ്ങനെ അയച്ചാൽ മതി. വലിയ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അത്യാവശ്യം ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. അഡ്വക്കേറ്റ് അനഖ, ഹൈക്കോർട്ട് ഓഫ് കേരള, അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ല കൊറിയറോ എങ്ങനെയെങ്കിലും അയച്ചാൽ മതി കേട്ടോ. 2 കിലോ അരി കിട്ടിയെങ്കിൽ എനിക്ക് രാവിലെ, ഇപ്പം നാളെ വൈകുന്നേരത്തിനകം കിട്ടിയെങ്കിൽ നാളെ എനിക്ക് ഭക്ഷണം പട്ടിണി കിടക്കാതെ ജീവിക്കാമായിരുന്നു. അപ്പം ഞാൻ ഇത്രയും പറയാൻ കാര്യം, കുറച്ച് ആൾക്കാർ നിനക്കൊക്കെ അരി വാങ്ങിക്കാൻ രേണു സുധിയെ തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസൊക്കെ അയച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ 170 250 കണ്ട് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പിന്നെ ഞാൻ എങ്ങനെയാണ് അരി വായിക്കുന്നത്? എൻ്റെ കൂട്ടുകാർ നിങ്ങളൊന്ന് വിചാരിച്ചു 4000 വാച്ചവർക്ക് എപ്പോഴാണ് എനിക്ക് കിട്ടുക? അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അതൊക്കെ സാരമില്ല, അതൊക്കെ പോട്ടെ. അവർ എന്ത് തെറി വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ ന്യായമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഞാൻ മോശമായ ഒരു കാര്യങ്ങളും പറയാറില്ല. വൃത്തികേട് കാണിച്ചാൽ വൃത്തികേടാന്ന് തന്നെ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് ഹൗസിൽ നന്നായിട്ട് കളിച്ചാൽ, നന്നായിട്ട് ഗെയിം കളിച്ചാൽ നന്നായിട്ട് ഗെയിം കളിച്ചു എന്ന് തന്നെ പറയും. പക്ഷെ മോശമായിട്ട് കളിച്ചാൽ മോശം എന്ന് പറയും. അത് രേണു സുധിയല്ല, രേണു സുധീൻ്റെ പിന്നെ ദൈവം തമ്പുരാനായാലും ഞാൻ പറഞ്ഞിരിക്കും. ലോകത്തിൽ ആരും എനിക്ക് പേടിയുള്ള ആളല്ല. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. എനിക്ക് ഇപ്പം പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തന്നെ ഉണ്ട്, എ മീഡിയ വൈബ്സ്. അതിനകത്ത് വാർത്തകളും കാര്യങ്ങളാണ്. ഇപ്പം 1-2 ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടെന്നേ ഉള്ളൂ. വാർത്തകളും കാര്യങ്ങളും എനിക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, കാരണം എനിക്ക് ഷൂട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതൊരു ഡ്രാമ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ കോടതി കാര്യങ്ങൾ, വക്കീലല്ലേ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. 11 വർഷമായിട്ട് അഡ്വക്കേറ്റാണ്. ഓക്കെ, ഞാനെല്ലാം മിക്കവാറും എല്ലാ വീട്ടിലും പറയുന്നതാണ്, ഒന്നും സാരമില്ല. നമ്മൾ പിന്നെ ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മോനെ വളർത്തണം, അവനെ പഠിപ്പിക്കണം, വളർത്തണം, വലിയ ആളാക്കണം, ഇതൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് ഇങ്ങനെ ചിലക്കാൻ ഇഷ്ടമാണ്. പണ്ടുതൊട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുള്ള രീതിയിൽ നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നത് നമ്മുടെ രേണു സുധിയും, അതുപോലെ തന്നെ സുധി എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ രേണു, സുധിയൊന്നുമില്ല, ലാലേട്ടനും പറയാറില്ല, സുധിയൊന്നും പേരില്ല. കാരണം രേണു എന്ന് പറയുന്ന നിക് നെയിം മാത്രമാണ്. ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ എന്നാണ്. അപ്പോൾ പിന്നെ രേണു എന്നുള്ളത് അവർ നിക് നെയിം ആയിട്ട് ഇട്ടേക്കുന്ന പേരങ്ങ് എല്ലാവരും അറിയുന്നതുകൊണ്ട് വിളിക്കുന്നതാണ്. അപ്പോൾ രേണുവും അതുപോലെ തന്നെ കലാഭവൻ സരികയും പിന്നെ നിവിനുമാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ജയിൽ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ജയിലിലേക്ക് പോയി. അതിനിടയ്ക്ക് വെച്ച് നിവിൻ ഫുഡ് അടിക്കാനായിട്ട് ഒരു തന്ത്രം നടത്തി. ബിഗ് ബോസ് ഉടനെ പറഞ്ഞു. രേണു അതിന് മുമ്പേ തന്നെ കഴിച്ചു കേട്ടോ. സരികയും രേണുവും അതിന് മുമ്പ് തന്നെ ഫുഡ് കഴിച്ചു. നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയിൽ ഡ്രസ് ഇട്ടുകൊണ്ട് നിവിൻ ഫുഡ് കഴിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു ജയിൽ പുള്ളികൾക്ക് ആഹാരം അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവരെ ജയിലിലടച്ചു. ജയിലിലടയ്ക്കുന്നതിന് മുമ്പേ ടാസ്ക് പറഞ്ഞിരുന്നു. 2 ഭരണി കൊടുത്തിട്ടുണ്ട്. അത് നാരങ്ങയും നെല്ലിക്കയും ഇടാനുള്ള ഭരണിയാണ്. 2 ബൗളിൽ നിറച്ച് നാരങ്ങയും നെല്ലിക്കയും കൊടുത്തിട്ടുണ്ട്. ജയിലിൻ്റെ അഴികളുടെ കുറച്ച് ദൂരെയായിട്ട് ഒരിത്തിരി ദൂരം, മീൻസ് 5 മീറ്റർ ദൂരേ ഉള്ളൂ. എനിക്ക് ദൂരമൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അതിനെ കഴിഞ്ഞിട്ട് ആ ഒരു ഭരണി, 2 ഭരണിയും വെച്ചു. ആ ഭരണി കഴിഞ്ഞതിന് ശേഷം ഒരു സ്തൂപം വെച്ചു. ആ സ്തൂപത്തിനകത്ത്, സ്തൂപം എന്ന് പറഞ്ഞാൽ അത്ര ഒരു 15 മീറ്റർ. കാരണം ഞാൻ ഇത്ര അളവ് കൃത്യമായിട്ട് പറയുന്നത്, ഞാനൊരു ഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിരുന്നു കേട്ടോ. ഷൂട്ടിംഗ് കോമ്പറ്റീഷനിലെല്ലാം പങ്കെടുത്ത ഒരാളാണ്. അപ്പം ഷൂട്ടിംഗ് 5 പൊസിഷനിലും ഷൂട്ടിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 15 മീറ്റർ വ്യത്യാസം കാണും. അതിനകത്തൊരു ബൗള്, എന്താണ്, മുളക് പൊടിയും ഉപ്പുപൊടിയും. അപ്പോൾ അത് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഉപ്പുപൊടിയും മുളക് പൊടിയും ഈ ജയിലിനകത്തിരുന്നു കൊണ്ട് നാരക്കയും നെല്ലിക്കയും അങ്ങോട്ട് എറിയുമ്പോൾ അത് ഭരണിക്കകത്ത് വീഴണം. ആ ഭരണിക്കകത്ത് വീഴുമ്പോൾ ഈ നിറഞ്ഞു കഴിയുമ്പോൾ 5 സെക്കൻഡ് കൊണ്ട് ജയിൽ തുറന്നു കൊടുക്കും. 5 സെക്കൻഡ് ഓടി ഇവർ ഈ ഉപ്പും മുളകും എടുത്തിട്ട് അവരവരുടെ നാരങ്ങയാണോ നെല്ലിക്ക
ആലോചിക്കണം അവരവരുടെ ഭരണിയുടെ എണ്ണം. അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ആദ്യം എടുത്ത് ഈ ഭരണിയിലോട്ട് ഇടാൻ എളുപ്പമായിരുന്നു, കാരണം അഴിയുടെ അടുത്ത് തന്നെ ആയിരുന്നു ഈ ഭരണികൾ വെച്ചിരുന്നത്, അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവരാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ രേണു സുധി, ഞാൻ പഴയ ഒരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ പുഷ്പ സിനിമയിലെ ഡയലോഗ്, അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. ആ ഡയലോഗ് ഒന്നും കൂടി അടിച്ചു. ഞാൻ ഫ്ലവർ അല്ലടാ ഫയറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്. ഞാൻ ഫ്ലവർ അല്ലടോ ഫയറാണ്. അപ്പോൾ ആ ഒരു ഡയലോഗ് അടിച്ചു. ആ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും പുള്ളിക്കാരി 5 സെക്കൻഡോട് ഓടാൻ വെച്ചപ്പോൾ തന്നെ അവിടെ തന്നെ പടാന്നങ്ങ് വീണു. പിന്നെ പുല്ലായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ല കല്ലങ്ങണായിരുന്നു തീർന്നു കിട്ടിയേനെ. ഭഗവാൻ ഒന്നും വരാതിരിക്കട്ടെ, സോറി, ഞാൻ തന്നെ ഇങ്ങനെ ആകട്ടെ. അപ്പം അങ്ങനെ എന്തായാലും എടുത്തിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. പക്ഷേ ടൈം കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവർ നെല്ലിക്കയും നാരങ്ങയും എടുത്തു വെച്ച ഭരണിയിൽ നിന്ന് വീണ്ടും തിരിച്ച് അതുപോലെ എടുത്തിട്ട് വീണ്ടും ഇതെറിഞ്ഞ് ഭരണിയിലേക്ക് ആക്കണം. അതിന് കുറച്ചും കൂടി ബിഗ് ബോസ് ഉടനെ അനൗൺസ് ചെയ്ത് ഭരണി കുറച്ചും കൂടി ദൂരോട്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ സരിക്ക് പറഞ്ഞു കുറച്ചും കൂടി ദൂരോട്ട് വെച്ചു. ബിഗ് ബോസ് പറഞ്ഞതിന് കൂടുതലും കൂടി ദൂരത്ത് വെച്ചു, കാരണം മുളക് പൊടി എടുക്കാനുള്ള എളുപ്പത്തിലെന്നാണ് അത് ഉദ്ദേശിച്ചത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കുറച്ച് അടുപ്പിച്ചായിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ശരിയാവില്ല. അവർ ആ ഒരു കാൽക്കുലേഷനിൽ ഓടിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നെല്ലിക്കയും നാരങ്ങയും ഇടുന്ന ടാസ്ക് ഇങ്ങനെ അഴീക്കൂടെ ഇടയ്ക്ക്, പിന്നെ രേണുവിൻ്റെ കുഞ്ഞു കൈ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്തിടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് എടുത്തിടുന്ന ടാസ്ക് ഒരു അത്യാവശ്യമൊക്കെ ഇട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം ലൈറ്റൊക്കെ ഓഫായി, അങ്ങനെയാണ് ലൈവ് അപ്ഡേഷൻ നടക്കുന്നത്. ഇപ്പോൾ ടാസ്ക് പുറത്ത് നിന്ന് സരിക ഈ വീഴുന്ന സാധനം പുറത്ത് നിന്ന് സരിക ഇത് പറക്കി അവർക്ക് കൊടുക്കണം. സരിക ആദ്യത്തെ സരിക ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, പക്ഷെ വീണ്ടും സരിക തളർന്ന്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തളരുമല്ലോ. ഇവർ വിചാരിക്കുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് 7ന്റെ പണിയാണ്, ബിഗ് ബോസ് കൊടുക്കുന്നത് 7ന്റെ പണിയാണ്. അത് മനസ്സിലാക്കി വേണം. നമ്മളൊരാൾ ജയിലിൽ കിടക്കാനായിട്ട്, നമ്മളൊരു കുറ്റം ചെയ്യുമ്പോൾ ജയിലിൽ കിടക്കാനായിട്ട് പോകുമ്പോൾ നമ്മളൊരു ഹെവി ടാസ്ക്കാണ്. ഇത് തമാശയല്ല. ഇപ്പം സരിക പറഞ്ഞുകൊണ്ട് പോവാം, നമുക്കിന്ന് മുഴുവൻ നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും. സ്ക്രീൻ സ്പേസ് കിട്ടുമോ എന്തോ ഇതോ, പക്ഷേ അതൊരു ഈസി ആയിട്ട് കരുതരുത്. കാരണം ജയിലിൽ കിടക്കണം, ജയിൽ പുള്ളികൾ, നമ്മൾ ജയിലിൽ കിടക്കാനായിട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സീരിയസോടുകൂടി അത് ചെയ്യണമായിരുന്നു. ഇതൊരുമാതിരി വളരെ നിസ്സാരമായിട്ട് കണ്ടു എന്നുള്ളത് എനിക്ക് ആദ്യം തോന്നി. പക്ഷെ പിന്നീട് അവർ സീരിയസ് ആയി, അവർക്ക് മനസ്സിലായി ഇത് ചെറിയ ടാസ്ക് അല്ല, ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ടാസ്ക്കാണ്, പക്ഷേ ഹൈലി ടഫ് ടാസ്ക്കാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ജയിലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മുടെ അതിനിടയ്ക്ക് വെച്ച് അനുമോളുടെയും ജിസലിൻ്റെയും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജിസേലും ശൈത്യയും ഫുഡ് കഴിക്കാതെ മാറിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാതെ മാറിയിരുന്ന അവർക്ക് തന്നെയാണ് കുഴപ്പം. അത് നൂറായും ആദിലയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബിൻസി വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അവിടെ ആരെയാണ് ഫുഡ് കഴിക്കാതെ പിണങ്ങുന്നത്? നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ട് അവിടെ കൊണ്ടുവന്ന് തരാനില്ലല്ലോ. നമുക്ക് അർഹതപ്പെട്ട ഫുഡാണ് ഉള്ളത്, അത് വളരെ കുറച്ച് ഫുഡാണ് കിട്ടുന്നത്. അതുപോലും കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രശ്നമാവും. അപ്പോൾ ഫുഡ് കഴിക്കുക, വല്ല ഹെവി ടാസ്ക് ഒക്കെ വരുവാണെങ്കിൽ അത് ചെയ്യാനുള്ള ആരോഗ്യം വേണ്ടേ? അകപ്പടെ റേഷൻ ഫുഡാണ്. അപ്പോൾ അത് കഴിക്കാതിരിക്കുന്നത് അതൊരു ശരിയായ ഒരു ഇടപാടല്ല എന്ന് എനിക്ക് തോന്നി. എങ്ങനെയായാലും അവരത് ഫുഡ് എടുത്ത് കഴിക്കുമെന്ന് തോന്നുന്നു. രാത്രി കഴിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 11:59 കേട്ടോ. 11:59 സമയം. സോറി, കാണായിരിക്കും. അപ്പൊ ഈ 11:59 സമയത്ത് ഫുഡ് കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അത് മോശമാണ്. എന്തായാലും അതാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ അയൽക്കൂട്ടം ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പാനി, അക്ബർ, അതുപോലെ തന്നെ ആര്യൻ, പിന്നീട് ഷാനവാസ് ഇപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജയിലിൻ്റെ അവിടെ കുറേ നേരം നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞ് പോയി. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞു. അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മാറിയിരുന്നു കുറച്ച് അയൽക്കൂട്ടം ഗ്രൂപ്പിനെ പോലെ കുറച്ച് ആൾക്കാരെ കുറ്റം പറയുക. ഈ അപ്പാനിയൊക്കെ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി പോരുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു. അവിടെ ചെന്നത് പാടെ തകർത്ത് കളഞ്ഞു. അവിടെ ഇരുന്ന് കുറേ എന്താ പറയുക, കുറേ പെൺകുട്ടികൾ, നമ്മൾ സ്വയം സ്ത്രീകൾ, നമ്മൾ കുറച്ച് 5-6 പേര് കൂടി ഇരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അതൊരു ഹ്യൂമൻ ബിഹേവിയറാണ്, ഫീമെയിൽ ബിഹേവിയർ പോലെ. ഇപ്പോൾ അങ്ങനെയില്ല, പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അയൽക്കൂട്ടം പോലെയുള്ള ആൾക്കാരെ ഇരുന്ന് മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും പറയുന്നത്, ഇത് 10-70 ക്യാമറ ഇരിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചും ആൺപിള്ളേർ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്തുമാത്രം മോശമായൊരു പ്രവണതയാണ്. വീണ്ടും അതവിടെ ഒരു ബിഗ് ബോസ് ഷോ എങ്കിലും കണ്ടിട്ട് പോയ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല. അതവിടെ ഇരുന്ന് പറയുന്നു. അപ്പാനി വിചാരിക്കുന്നത് ഭയങ്കര മാസാണെന്ന്, എന്നിട്ട് പറയാം പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ടെന്ന്.
അപ്പൊ അനിമോളുടെ കുറ്റമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുറ്റം എന്ന് പറഞ്ഞാൽ അനിമോള് ചെയ്ത തെറ്റ് അപ്പാനി കാണുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അപ്പാനിയുടെ കൂടെ നിന്നിട്ട് ഇന്നലെ അനീഷ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അനീഷിന് കൈ കൊടുത്തു, അനീഷിന്റെ കൂടെ കൂടി. ഇതാണ് അപ്പാനി അനിമോളിൽ കാണുന്ന തെറ്റ്. അതുകൊണ്ടാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ഇത്? അനീഷ് എന്താ മനുഷ്യനല്ലേ? അയാളും ഒരു കണ്ടസ്റ്റന്റ് അല്ലേ? അയാളെ കൂടെ കൂടി എന്താണ് പറയുക? അയാളെ കൂടെ കൂടിയില്ലല്ലോ. അയാൾ ജയിച്ചപ്പോൾ അയാൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അതെന്ത് വലിയ കാര്യം? അനീഷിനെ സംബന്ധിച്ചുള്ള അനീഷ് ആരെയും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. അനീഷിനെ അറിയാം, അനീഷ് ഇൻഡിവിജ്വൽ പ്ലെയർ ആണ്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവർ കുറച്ച് ആൾക്കാർ ഗ്രൂപ്പ് ചേർന്നിരുന്ന് കുറ്റം പറയും. എന്തെങ്കിലും കണ്ടന്റ് അനീഷ് ഉണ്ടാക്കിയാൽ ആ കണ്ടന്റിന്റെ വാല് പിടിക്കും. ആ വാല് പിടിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പ്രേക്ഷകർക്ക് കിട്ടി. ഇത് വഴക്കുണ്ടാക്കലും മാത്രമല്ല, ഇവർ വിചാരിക്കുന്ന പോലെ വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കണ്ടന്റ്. ഒരിക്കലും അതല്ല. ഒരു കണ്ടന്റിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് ഇവരൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റുകളാണെന്ന് ഭയങ്കരമായിട്ട് വീമ്പിളക്കുന്നുണ്ട്. ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സ്കിറ്റ് ചെയ്തുകൂടെ? എന്തെല്ലാം സ്കിറ്റ് നമ്മുടെ സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സ്കിറ്റുകൾ. ഇന്ന് ലഹരി വിമുക്ത കേരളം അല്ലെ, ലഹരി വിമുക്തമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് ഒരു സ്കിറ്റ് ഉണ്ടാക്കും. ഞാൻ തന്നെ ഒരു ഓട്ടംതുള്ളൻ്റെ പാട്ടൊരു ഒരു ദിവസം കൊണ്ട് ഞാൻ എഴുതി വെച്ചു. നമുക്ക് ഭയങ്കര കഴിവുണ്ടെന്നല്ല, നമുക്ക് ഉള്ള കഴിവ്, ചെറിയൊരു കഴിവ് 2-3 പേരും കൂടി കൂട്ടായിട്ട് ചേരുമ്പോൾ അതൊരു വലിയ കഴിവായി മാറും. അതുകൊണ്ട് നമുക്കൊരു വെറുതെ ഇരുന്ന കുറ്റം പറയുന്ന സമയം കൊണ്ട് നമുക്കൊരു പുറത്തേക്ക് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുത്താലോ എന്ന് ആലോചിച്ച് അതൊക്കെ ചെയ്തുകൂടെ? അതൊക്കെ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. ഒരു പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ്, നല്ല മെസ്സേജ് കൊടുത്താൽ അത് എത്രമാത്രം ബലവത്താവുമെന്ന് ഞാനിരുന്ന് ആലോചിക്കുകയാണ്. കാരണം ഇവരെന്ന് പറയുന്ന പരസ്പരം മാറിയുന്ന കുശുമ്പ കുന്നായ്മ പറയുക, അടി ഉണ്ടാക്കുന്ന മാത്രമാണ്. നെഗറ്റീവായാലും കഴിഞ്ഞ പ്രാവശ്യം ഗബ്രിയും ജാസ്മിനും അടിപൊളി കണ്ടന്റ് മേക്കേഴ്സ് ആയിരുന്നു. അവർ അടിപൊളി കണ്ടന്റ്, അവർ നല്ല പ്ലെയേഴ്സ് ആയിരുന്നു. എന്നിട്ട് അവർ നെഗറ്റീവ് ഫെയിം ആയപ്പോൾ ഇപ്പോൾ അവരെ ഈ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഈ സീസൺ ആകുമ്പോൾ അവരെ ഇഷ്ടപ്പെടും, കഴിഞ്ഞ സീസണിലുള്ളവരെ ഈ സീസണിൽ ഇഷ്ടപ്പെടും. കാരണം ഈ സീസണിൽ മരവാഴകൾ, ഗെയിം എന്താന്ന് പോലും അറിയാത്ത മരവാഴകൾ. എന്നാൽ വായെന്ന് തുറക്ക്, ഒരുത്തനിരുന്നൊരു കണ്ടന്റ് ഉണ്ടാക്കണം ഇവരൊക്കെ ഒന്ന് വാ തുറന്നു വരെ. എന്തിനാണ് ഇങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുപോയെന്ന് ഞാൻ ആലോചിക്കുകയാണ്. കുറേ നെഗറ്റീവ്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫെയിം ഉള്ള ആൾക്കാർ, കുറച്ച് പോസിറ്റീവ് ഇതുള്ളത്, ഇതുവരെ ഒരു ഇന്നലും പെടാത്ത കുറച്ച് ഗണങ്ങൾ ഇവരെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ കൊണ്ടിരുത്തുന്ന എന്തിനാണ്? ഇവരുടെ എല്ലാം റിയാലിറ്റി, ഇവരുടെ എല്ലാം ബിഹേവിയർ, ഇവരുടെ എല്ലാം മാനേഴ്സ്, ഇതെല്ലാം പുറത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് അപ്പം പലതരത്തിലുള്ള സ്വഭാവക്കാരാകുമ്പോൾ അവരെങ്ങനെയാണ് അതുമായിട്ട് താരതമ്യപ്പെടുക്കുക? അവർക്ക് എങ്ങനെയാണ് അതുമായിട്ട് സമന്വയപ്പെട്ട് ജീവിക്കാൻ കഴിയുക? എങ്ങനെയാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുക? ഇതിനൊക്കെയാണ് ഒരു റിയാലിറ്റി ഷോ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഇതാണ്. നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയും. നമ്മളെവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിപ്പോയി ഇരിക്കാനാണെങ്കിൽ അവർ ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഈ ഷോ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ നെറ്റുമൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ നല്ല മെസ്സേജുകൾ കൊടുക്കുക. നിങ്ങൾ വഴക്കുണ്ടാക്കുക മാത്രമല്ല, സൊസൈറ്റിക്ക് എന്തെല്ലാം മെസ്സേജുകൾ കൊടുക്കാം അല്ലേ? അപ്പം അവിടെ പോയ ആൾക്കാരൊന്നും ഓസ്കാർ നേടിയിട്ടോ, ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ സംഭവമായിട്ടൊന്നും പോയ ആൾക്കാരല്ല. ഇവിടെ ഈ നെഗറ്റീവ് ഫെയിം പോലും ഭയങ്കര റിസ്ക്കാണ്. ഇപ്പം എനിക്ക് അടുത്ത ബിഗ് ബോസിൽ പോകണം, എനിക്ക് നെഗറ്റീവ് ഫെയിമിൽ പോകാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ആരും അറിയുന്നില്ല, ഞാനിങ്ങനെ ഇരുന്ന് തൊള്ള വീഡിയോ ഇട്ടാലും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാലും എന്നെ ബിഗ് ബോസ് വിളിക്കുന്നില്ല. അപ്പോൾ എന്നെ വിളിക്കണമെങ്കിൽ ഞാൻ ലാസ്റ്റ് രണ്ടും കൽപ്പിച്ചു, എൻ്റെ മോനെയും ഓർക്കാതെ, എൻ്റെ ഫാമിലിയെ ഓർക്കാതെ, എൻ്റെ സഹോദരങ്ങളെ ഓർക്കാതെ ഞാൻ എല്ലാം കളഞ്ഞിട്ട് പകുതി തുണിയും വലിച്ചൊരിഞ്ഞ് കളഞ്ഞ് ഞാൻ എൻ്റെ ശരീരവും കാണിച്ചു തന്ന നാളെ എൻ്റെ വീട്ടുകാരും കാണത്തില്ല, എൻ്റെ മോൻ പറയും ഇറങ്ങടി തള്ളയെന്ന് പറയും അല്ലേ? അപ്പോൾ അതും നമുക്ക് റിസ്ക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വലിയ വിവാദപരമായി ഏതെങ്കിലും പോയിട്ട് നമുക്ക് പറഞ്ഞ് ഒരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുടുംബത്തിൽ കുട്ടികളാകും, പ്രത്യേകിച്ച് മോനാണ്. അപ്പോൾ അവന് ഭീഷണി ഉണ്ടാവുമോ, നമ്മുടെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ, നാളെ നമ്മുടെ ജീവന് തന്നെ ആപത്താവോ എന്നൊക്കെ അതും ഹൈലി റിസ്ക്കാണ്. അപ്പം നെഗറ്റീവ് ഫെയിം ആയാലും നമ്മൾ ഹൈലി റിസ്ക് എടുത്താണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോണത്. അപ്പം നെഗറ്റീവ് ഫെയിം കണ്ടിട്ട് വെറുതെ പോലെ ഈ ഹൈലി റിസ്ക് എടുത്താണ് രേണുസുതിക്ക് പിന്നെ മുൻപും പിന്നും നോക്കാനില്ലാത്തതുകൊണ്ടാണ് തുണി വലിച്ചുരിഞ്ഞാലും ഇങ്ങനെ പോകാൻ പറ്റിയത്. കാരണം കുഞ്ഞു വലുതായി വരുമ്പോഴത്തേക്ക് മൂത്തവൻ പിന്നെ ഇവരെ കളഞ്ഞിട്ട് അവരൊരു പാട്ടിന് പോയതല്ലേ, മൂത്തവർക്ക് സ്വന്തം മോനല്ലല്ലോ. അപ്പോൾ ഇളയ കൊച്ചെന്ന് പറയാൻ 10, 13, 14 വയസ്സായിട്ടല്ലേ ഇവരെ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചോളം അവൻ അത്രേ ഒരു ഇതേ ഉള്ളൂ. ഇളയ കൊച്ചെന്നുണ്ടെങ്കിൽ 5-6 വയസ്സേ ഉള്ളൂ. അതിന് വളർന്നു വരുമ്പോഴത്തേക്ക് കാശുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ലേണേഴ്സ് അവരെ. അതുപോലെ മാതാപിതാക്കൾ ഭയങ്കര സപ്പോർട്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ അടിച്ച് പുറത്തുകളയും നമ്മൾ പോവില്ല, കല്ലെങ്കിൽ അവിടെ അടിച്ചൊടിച്ചിടും. കാരണം നമുക്ക് അങ്ങനെയൊന്നും തുണി ഉരിഞ്ഞ് കളഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ശീലിച്ചിട്ടില്ല, പറ്റില്ല. ഈ പണമില്ലെങ്കിൽ പട്ടിണി കിടക്കാൻ പറയും, പോയി കൂലി വേല ചെയ്യാൻ പറയും, പറയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദൈവം സഹായിച്ച് നമ്മൾ അത്യാവശ്യം എല്ലാ പഠിപ്പുകൾ പഠിച്ച് എഡ്യൂക്കേഷൻ ചെയ്തു.
അപ്പം ഇതാണ്. അപ്പം അവിടെ പോകുന്ന അത്രമാത്രം റിസ്ക്കും കഷ്ടപ്പാടും എടുത്തിട്ടാണ്. അപ്പം നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? ഗെയിം കളിക്കാൻ. അവിടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഗെയിം കളിക്കുക. നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ റിയാലിറ്റി ഷോ ആകുമ്പോൾ ഒരുപാട് മൈജി പോലെയുള്ള ഒരുപാട് സ്പോൺസർമാരുണ്ട്, അവർക്കെല്ലാം കാശ് മുടക്കിയിട്ട് അപ്പോൾ ഗെയിം കളിക്കുക. അങ്ങനെ അവിടെ മാറിയെന്ന് പരദൂഷണം പറഞ്ഞ്, ഇവിടെ മാറിയെന്ന് പരദൂഷണം പറഞ്ഞ്, കുറച്ച് പെമ്പിള്ളാരെയും പരദൂഷണം പറഞ്ഞ് ഈ അപ്പാനി ശരത്തിനെയൊക്കെ നമ്മൾ എത്ര പ്രതീക്ഷയോടെ അങ്ങോട്ട് വിട്ടത്. എന്നിട്ട് എന്തായി? മരവാഴകൾ. ഇത്രയും എനിക്ക് പറയാൻ പറ്റും. അനീഷ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ക്രിയേറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഈ 2 ആഴ്ചയും ഉറങ്ങി അവിടെ ഇരുന്നേനെ. എന്ത് ചെയ്തേനെ ഇവരെന്ത് കണ്ടന്റ് ഉണ്ടാക്കിയേനെ? അയാളെ പോലൊരു കോമണ്ടർ വന്നു, അയാൾ ആദ്യം ചൊറിയാണെങ്കിൽ പോലും പിന്നീട് അയാൾക്ക് പ്രേക്ഷകർ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അയാൾക്ക് 50% പ്രേക്ഷകർ അയാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതാണ് കളി. അയാൾ പിന്നെ പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ നടന്നത്. അയാൾ ഇതെല്ലാം ചെയ്തു. ആദ്യം അയാൾ ചൊറിയായിട്ട് നമുക്കും തോന്നി. ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് തന്നെ 10 പ്രാവശ്യം പറയും. നമുക്ക് തന്നെ ആദ്യം കേട്ടപ്പോൾ ചൊറിയായിട്ട് തോന്നി. പക്ഷേ വേറെ ആരുമില്ല അവിടെ. ഒരു ഗെയിം കളിക്കാൻ അതിന് പറ്റിയ ഒരാളില്ല. അയാൾക്ക് തരത്തിൽ പറയാൻ ഒരു എതിരാളിയില്ല. ഷാനവാസ് എന്താ അവിടെ ചെയ്യുന്നത്? ഷാനവാസ് അവിടെയും ചെന്ന് നുണ പറയുന്നത്, ഇവിടെയും ചെന്ന് നുണ പറയുന്നത്. കറക്റ്റ് ഒരു ക്യാപ്റ്റൻ്റെ ഉണ്ടോ? വന്ന് ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ഹലോ സൈലൻറ്റ് എല്ലാവരും ഇരിക്കും. ഇതാണോ ക്യാപ്റ്റൻസി? ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടോ? മിണ്ടാതിരിക്കും. നിങ്ങൾ വഴക്കുണ്ടാക്കില്ല. നിങ്ങൾ കിച്ചണിൽ ഇങ്ങനെ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ വായിന്ന് തുപ്പല് തെറിക്കും. മിണ്ടാതിരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒച്ച വെക്കും, സംസാരിക്കും. ഇതൊക്കെ ഒരു ക്യാപ്റ്റൻ പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിനും അവിടെ ഉറുമ്പ് കയറി. ആരാണ് അവിടെ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറുമ്പ് കയറിയത്? കിച്ചണിൽ എന്തുകൊണ്ടാണ് ഉറുമ്പ് കയറിയത്? നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വെസൽ ടീമിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പറഞ്ഞവരെ വഴക്ക് പറയണം. അവരെ പിടിച്ചിട്ട് വെസൽ ടീം വരൂ, അല്ലെങ്കിൽ ഫ്ലോർ ടീം വരൂ. എന്താണ് കാരണം? റീസൺ എന്താണ്? ഇത് ആരാണ് അതിൻ്റെ ടീമിൻ്റെ ഉത്തരവാദി? ആരാണ്? അപ്പം ഇതൊക്കെയാണ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം. അല്ലാണ്ട് അവിടെ പോരോ നുണയും പറഞ്ഞ് അപ്പാരുടെ കൂടെയും കൂടി പിന്നെ മാറിയിരിക്കുക എന്നുള്ളതല്ല. ലിവിംഗ് റൂമിൽ വരുമ്പോൾ മാത്രമല്ല ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഷാനവാസും ഫ്ലോപ്പായി. പിന്നെ അക്ബറിൻ്റെ കാര്യം പറയണ്ട. അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറിയാണ്. അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡൻ്റാണ് അപ്പാനി ശരത്ത്. അക്ബർ അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി. ബാക്കിയുള്ള എല്ലാം മെമ്പേഴ്സ്. ഇതാണ് അവിടെ നടക്കുന്നത്. ബാക്കിയുള്ള ഈ ചെറുക്കൻ എന്തോ പറയുന്നത്, അനീഷ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഒരു കണ്ടന്റും ഉണ്ടാകത്തില്ല. ഇപ്പോൾ അനിമോൾ അത്യാവശ്യം പോയി. പിന്നെ ജിസൽ വഴക്കുണ്ടാക്കാനായാലും ഈ ഫുള്ള് റൂൾ ബ്രേക്കിംഗ് അല്ലേ? ഇതൊക്കെ എന്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ? ഇതെന്തുകൊണ്ടാണ് ഒരു ക്യാപ്റ്റൻ ചോദ്യം ചെയ്യാത്ത കാര്യം എന്താണ്? അല്ലേ? ക്യാപ്റ്റന് ചോദ്യം ചെയ്തുകൂടെ? പിന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് റൂൾ ബ്രേക്കിംഗ് ഉണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യുന്നത്? ചോദിച്ചൂടെ? ഇതൊന്നും ചോദിപ്പില്ല. ഇത് അനിമോളെ ചോദിച്ചപ്പോൾ അനിമോളുടെ തോളയിലോട്ടായി എല്ലാവരും. നിവിൻ അവിടെ മോഷ്ടിക്കുന്നു. നീ അങ്ങനെ മോഷ്ടിച്ച് കഴിക്കാൻ പാടില്ല. ഇന്നലെ ഷാനവാസ് കൂടി ആ മോഷണം മുതലെടുത്ത് തിന്നുന്നുണ്ട്, ചപ്പാത്തി പിച്ച് കൊടുത്തപ്പം. നിങ്ങളൊക്കെ ലൈവ് കണ്ടവർ കാണും. അപ്പോൾ ഇതാണ് ലൈവ് അപ്ഡേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അവിടെ നടക്കുന്നത്. ഇപ്പം എന്തായാലും ഒരാളെങ്കിലും കണ്ടന്റ് കൊടുക്കാനായിട്ട് ഒരാളുണ്ടായിട്ട് തൽക്കാലം നമ്മളൊക്കെ കണ്ടുപോകുന്നു. പിന്നെ രേണുസുധിയുടെ ഒരു എൻഫയറിലിടെ ആ ഫ്ലവറാണ്, ആ പുഷ്പയിലെ ആ ഡയലോഗും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ആ ജയിലിരുന്നത്. അതൊക്കെ ആൾക്കാർക്ക് ബോറടിക്കുന്നത്. ആൾക്കാർക്ക് നമുക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കും. ഒരു ഡാൻസിൻ്റെ ഒരു പിന്നെ മൈജിയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, സ്പോൺസേഡ് ടാസ്ക്. എന്തോ കളിച്ചത്? ഒരു ടീം നന്നായിട്ട് കളിച്ചു, നല്ല പെർഫോമൻസ്, കറക്റ്റ് ഡിസിഷനായിരുന്നു വിധി കറക്റ്റ് ഡിസിഷനായിരുന്നു. ഇപ്പുറത്ത് പിന്നെ ഇവരുണ്ടായിരുന്നു, മറ്റവരുണ്ടായിരുന്നു, മറിച്ചവരുണ്ടായിരുന്നു, അതൊന്നും നോക്കിയില്ല. ശൈത്യം ഉണ്ടായിരുന്നു, അനുമോളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നൂറായും ആദിലായും അനീഷും കൂടി കറക്റ്റ് വിധി. ഇതായിരിക്കണം വിധി, ഇതാണ് ജഡ്ജ്മെൻറ്റ്. അപ്പം നല്ല അടിപൊളിയായിരുന്നു. മറ്റവരുടെ ആയിരുന്നു, അപ്പാനിയുടെ ആ ഒരു ടീമിൻ്റെ ആയിരുന്നു നല്ല കളി. അവർക്ക് പ്രൈസ് കിട്ടി, അവരാണ് ഒന്നാം സ്ഥാനം കിട്ടി. ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലൈവ് അപ്ഡേഷൻസ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, നാളെ രാവിലെ മുതൽ ഉള്ള അപ്ഡേഷൻസ് ഞാനൊരു 11 മണിയാകുമ്പോഴത്തേക്ക് വീഡിയോ ഇടാം. നാളെ എനിക്ക് ഓഫീസിൽ പോകണ്ട, കോടതി പോകണില്ല, നാളെ എനിക്ക് റിഹേഴ്സലില്ല, നാളെ ഞാൻ ഫുൾ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്കും രാത്രിയിലുമൊക്കെ ലൈവുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ ഇടാനുള്ള നമ്മുടെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് കൂടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്.